നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 5-ാം ദിവസത്തിലേക്ക് കളി നീളുമെന്ന് കരുതിയില്ലെങ്കിലും വെസ്റ്റ് ഇൻഡീസ് 4-ാം ദിവസം തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചതോടെ ഈ ടെസ്റ്റ് 5-ാം ദിവസത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. ജോൺ ക്യാമ്പലിൻ്റെ സെഞ്ചുറി, അതുപോലെ തന്നെ ഷായ് ഹോപ്പിൻ്റെ സെഞ്ചുറി. അപ്പോൾ ഇന്നത്തെ കളി അവസാനിക്കുമ്പോൾ 58 റൺസ് വിജയം അകലെയാണ് ഇന്ത്യ. രണ്ടാം ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസ് 390 റൺസാണ് നേടിയത് ഫോളോ ഓൺ നേരിട്ടതിന് ശേഷം. എൻ്റെ കൂടെ ഹാരിസ് ഉണ്ട്, ഹാരിസ് നെന്മാറ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് ഇത്രത്തോളം ഈ കളി 5-ാം ദിവസത്തിലേക്ക് നീങ്ങുമെന്ന് കരുതിയിരുന്നോ? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇന്ത്യ ഫോളോ ഓൺ ചെയ്യുന്നത് തന്നെ ഈ 3-ാം ദിവസം കളി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് 4-ാം ദിവസം കളി അവസാനിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകുന്ന വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ പരസ്പരം ഇങ്ങനെ ആശ്ലേഷിച്ച് കളി തോൽക്കാൻ പോകുന്നൊരു കളിയാണ്. പക്ഷെ അവർ പരസ്പരം ആശ്ലേഷിച്ച് ഈ കളി 5-ാം ദിനത്തിലേക്ക് നീട്ടിയതിൻ്റെ അതെ സമീപകാലത്തെ പ്രകടനങ്ങളിൽ അവർക്ക് ഇതൊരു വിജയം പോലെയാണ് എന്നുള്ളതാണ്. കാരണം 3-ാം ദിനം ഫോളോ ഓൺ ചെയ്തതിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു ചെറുത്തുനിൽപ്പ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മത്സരത്തിൽ നമ്മൾ നോക്കുമ്പോൾ 50 ഓവറിലധികം അവർ ബാറ്റ് ചെയ്ത ഒരു ഇന്നിങ്സും ഉണ്ടായിരുന്നില്ല. എന്നിടത്ത് ഫോളോ ഓൺ ചെയ്തതിന് ശേഷം അവർ 118 ഓവർ ബാറ്റ് ചെയ്ത ഒരു സെഷൻ മൊത്തം വിക്കറ്റ്ലെസ് ആയിട്ട് ഇന്ത്യൻ ബോളർമാരെ വെള്ളം കുടിപ്പിച്ച ഒരു മനോഹരമായ കാഴ്ച എന്നാണ് പറയാൻ സാധിക്കും. അതെ. അത് ഈ സോൾ ക്യാമ്പലും ഹോപ്പും ഒരു 179 റൺസിന്റെ സുപ്രധാനമായ കൂട്ടുകെട്ട് നടത്തുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരു 79 റൺസിന്റെ കൂട്ടുകെട്ട് ഗ്രീവ്സും സീൽസും ചേർന്നിട്ട് അവസാന വിക്കറ്റിൽ അവരുടെ ലോവർ ഓർഡർ വരെ മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിൻഡീസ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് സമീപകാലത്ത് അവർ നടത്തിയിട്ടുള്ള മനോഹരമായ പ്രകടനങ്ങൾ. ഉദാഹരണത്തിന് നമ്മൾ ഓസ്ട്രേലിയൻ സീരീസിലേക്ക് പോയി കഴിഞ്ഞാൽ 200 റൺസിന്റെ ഒരു വിജയലക്ഷ്യം അവർക്ക് അവസാന ടെസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതുപോലും മറികടക്കാനാവാതെ അവർ 2 അക്കം കടന്ന് 3 അക്കം പോലും കടക്കാനാവാതെ 27 റൺസിന് ഓൾ ഔട്ടായ വിൻഡീസാണ് 390 റൺസ് ഫോളോ ഓൺ ചെയ്തതിന് ശേഷം എടുക്കുന്നത് എന്നാണ് അവരുടെ മരുന്നുകളുണ്ട് അവരുടെ കയ്യിൽ എന്ന്. അത് ഏറ്റവും പ്രധാനം ലോകത്തിലെ 1-ാം നമ്പർ ബോളറായ ബുംറയെയും സിറാജിനെയും കുൽദീപിനെയും ഒക്കെ നേരിട്ടാണ് ഈ 390 റൺസ് നേടിയത്. ഏറ്റവും പ്രധാനം ജോൺ ക്യാമ്പലിന്റെ സെഞ്ചുറി. അദ്ദേഹത്തിന് ഷായ് ഹോപ്പിനെ നമുക്കറിയാം, കാരണം ഷായ് ഹോപ്പ് ഓൾറെഡി ഒരു പ്രൂവൻ താരമാണ്. അതായത് ഏകദിനത്തിൽ 18 സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട്, ടെസ്റ്റിലും അതുപോലെ സെഞ്ചുറി നേടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏതാണ്ട് 22 സെഞ്ചുറികൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് 3 ഫോർമാറ്റിലായിട്ടും. ഷായ് ഹോപ്പ് ഓൾറെഡി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു താരമാണ്. പക്ഷേ ജോൺ ക്യാമ്പൽ എന്നുള്ള താരം ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമാണ് കാഴ്ചവെച്ചത്. ഞാൻ വെറുതെ ജോൺ ക്യാമ്പലിന്റെ സ്റ്റാറ്റ്സ് ഒന്ന് നോക്കി. അദ്ദേഹം 25 ടെസ്റ്റ് കളിച്ചിട്ടുണ്ട്, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. അദ്ദേഹത്തിന്റെ ആദ്യ സെഞ്ചുറി. അതെ ഏറ്റവും കൗതുകം. അതെ, ഈ മത്സരത്തിൽ ക്യാമ്പലിന്റെ ഇന്നിങ്സ് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ ക്യാമ്പൽ സെഞ്ചുറി അടിക്കുന്നത് ജഡേജ 6 അടിച്ചിട്ടാണ്. ഒരു 90s ശേഷമൊക്കെ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സില്ലി പോയിന്റിൽ ഷോർട്ട് ലെഗിലൊക്കെ ഇങ്ങനെ ഫീൽഡർമാരെ നിർത്തിയിട്ട് പരമാവധി ഗിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പിടികൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ജഡേജ 6 അടിച്ചിട്ട് അദ്ദേഹം സെഞ്ചുറി. ഇതിനു 24 ടെസ്റ്റുകൾ കളിച്ചിട്ട് 25ാമത്തെ ടെസ്റ്റിലേക്ക് വരുമ്പോൾ ആദ്യ സെഞ്ചുറി തന്നെ അദ്ദേഹം സെഞ്ചുറി 6 അടിച്ചുകൊണ്ട്, അതും രവീന്ദ്ര ജഡേജ പോലുള്ള ലോകോത്തര ബോളർ 6 അടിച്ചുകൊണ്ട് സെഞ്ചുറി അടിക്കുക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പോസിറ്റീവ്. ഈ മത്സരത്തിൽ റെക്കോർഡ് പറയുന്നുണ്ട്. ഒരു 10-23 വർഷത്തിന് ശേഷമാണ് ഒരു വെസ്റ്റ് ഇൻഡീസ് ഓപ്പണർ ഇന്ത്യക്കെതിരെ ഒരു സെഞ്ചുറി അടിക്കുന്നത് എന്നുള്ളതാണ്. ഷായ് ഹോപ്പിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ 8 വർഷത്തിനിടെ ഷായ് ഹോപ്പിന്റെ ബാറ്റിൽ നിന്ന് ഒരു സെഞ്ചുറി പറക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമീപകാലത്തെ ടെസ്റ്റിൽ, അതായത് ടെസ്റ്റിൽ അപ്പോൾ സമീപകാലത്തെ വിൻഡീസ് ക്രിക്കറ്റിന്റെ പ്രകടനങ്ങളെയൊക്കെ അവർക്ക് മറച്ചു കളയാൻ പാകത്തിന് വേണമെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു പ്രതീക്ഷയുടെ കിരണം പോലെ ഒരു മത്സരം എന്ന് വേണമെങ്കിൽ ഈ മത്സരത്തെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഈ ഫോളോ ഓൺ, ഇന്ത്യ ആദ്യം ഫോളോ ഓൺ ഇവരെ ചെയ്യിക്കുന്നു, പിന്നീട് ഫോളോ ഓൺ ചെയ്യിച്ചതിന് ശേഷമുള്ള ഈ ഒരു തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിജയത്തിന് തുല്യമായിട്ടുള്ള ഒരു ഫൈറ്റ് ബാക്ക് ആണ്. ഈ ഫോളോ ഓണുകളുടെ ഒരു ചരിത്രമൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെ ഈ ഫോളോ ഓൺ ചെയ്തിട്ട് ജയിച്ച ടീമുകൾ ഏതെങ്കിലും ഉണ്ടോ? എനിക്കൊന്നും ഈ ഫോളോ ഓൺ ചെയ്ത് ചരിത്രത്തിൽ ജയിച്ചിട്ടുള്ള ഒരു 4 സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതിൽ 3 തവണ തോറ്റതും ഓസ്ട്രേലിയ ആണെന്നുള്ളതാണ്. അതെ, ഒന്ന് 2001 അതൊരു ചരിത്ര ഇപ്പൊ VVS ലക്ഷ്മണന്റെ ഇന്നിങ്സ്, VS ലക്ഷ്മണും ദ്രാവിഡും ചേർന്നുണ്ടാക്കിയ ഒരു വൻമതിൽ, അത് 171 റൺസിനൊക്കെ ഫോളോ ഓൺ ചെയ്ത് ചെയ്യപ്പെട്ട ഒരു ടീം വിജയിക്കുക എന്ന് പറഞ്ഞതൊക്കെ ക്രിക്കറ്റ് ഹിസ്റ്ററിയിലെ വലിയ ഏറ്റവും മികച്ച ഇന്നിങ്സുകൾ ഒന്നാണ്. അതെ, സെവാഗ് ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുന്നതിന് മുമ്പ് വരെ ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും ഹൈ സ്കോർ ആയി കടന്നിരുന്ന VVS ലക്ഷ്മണന്റെ ആ ഇന്നിങ്സ് ആയിരുന്നു. അതൊരു ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ ഒരു തങ്കലിപികളിൽ എഴുതി വെക്കപ്പെട്ടൊരു
ചരിത്രമാണ്, പിന്നെ ഒരു ഇന്നിങ്സ് ആയിരുന്നു അത്. ഏറ്റവും പ്രധാനപ്പെട്ട ഫോളോ ഓൺ സ്റ്റോറികളൊന്നും അതാണ്. അതെ, ഫോളോ ഓണിന് ശേഷം ഇന്ത്യ 657 റൺസിലധികം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെയാണ് അവർ 200 റൺസിന് സംതിങ്ങിന് പുറത്താക്കിയിട്ട് ഇന്ത്യ വിജയം കുറിക്കുന്നത്. പിന്നെ ഏറ്റവും ഒടുവിൽ ഫോളോ ഓൺ ചെയ്യപ്പെട്ട ടീം ജയിക്കുന്നത് 2023 പിന്നെ ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും തമ്മിലുള്ള മത്സരമായിരുന്നു. അത് ഒരു റൺസിൻ്റെ ജയമാണ് അന്ന് ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനെതിരെ കുറിക്കുന്നത് എന്നുള്ളതാണ്. അതിനു മുമ്പും ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയാണ് അതിനു മുമ്പ് 90-കൾക്ക് മുമ്പ് 2021 നൂറ്റാണ്ടിന് മുമ്പ് നടന്ന 2 മത്സരങ്ങളിലും ഓസ്ട്രേലിയയാണ് പരാജയപ്പെടുന്നതെന്നാണ്. അന്നും ഇംഗ്ലണ്ടായിരുന്നു അന്ന് ജയിച്ചിരുന്നത്. പക്ഷേ ഈ വിൻഡീസിനെതിരെ ഒന്നും നമ്മൾ അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അവർ ഫോളോ ഓൺ ചെയ്യപ്പെട്ടതിന് ശേഷം 390 സ്കോർ ചെയ്തു എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. 90 റൺസിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മുടെ ബോളേഴ്സിന് നേരിട്ട വിധവും ഏറ്റവും പ്രധാനമാണ്. കാരണം ക്യാമ്പിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഇന്നിങ്സ് പ്രതീക്ഷിച്ചിരുന്നില്ല. മറ്റേ ഇപ്പൊ ഗ്രീവ്സ് അവസാനം ഇറങ്ങി വാലറ്റിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സീൽസും അതുപോലെ തന്നെ. അതെ, അപ്പോൾ അവരുടെ ഒരു ഫൈറ്റ് ബാക്ക് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ കുൽദീപിനെ പോലുള്ളൊരു ബോളറൊക്കെ, ചൈനാമൻ കുൽദീപൊക്കെ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ ബോളറാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ. അപ്പോൾ അവർ നമ്മളിപ്പോൾ കഴിഞ്ഞ ടാക്ടിക്സിലൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു. നമ്മൾ തന്നെ പിന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ പതനകാലമാണിത്, നേപ്പാളിനോട് പോലും തോറ്റു, വെസ്റ്റ് ഇൻഡീസിനെ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുക, നമ്മൾ ലാറയുടെ കഥകൾ പറയുന്നു, ചന്ദ്രപോളിൻ്റെയും അതുപോലെയൊക്കെ കഥകൾ പറയുന്നു. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടെസ്റ്റ് എന്നുള്ളത് അവരുടെ ഒരു വിജയത്തിൻ്റെ ഒരു സംഭവം തന്നെയാണ്. വിജയം എന്ന് പറയുമ്പോൾ വിജയിച്ചു എന്നല്ല, ഈ ഫൈറ്റ് ബാക്ക് ഒരു വിജയം തന്നെയാണ്. പിന്നെ ഇതിലെടുത്ത് പറയുമ്പോൾ ഇന്ത്യൻ ബോളർമാരുടെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. അതിൽ ഒന്നാം ഇന്നിങ്സിൽ ശരിക്കും നമ്മുടെ സ്പിൻ ട്രയോയാണ് കളി തിരിച്ചത്. 8 വിക്കറ്റ് എടുക്കുന്നത്, 5 വിക്കറ്റ് കുൽദീപ് എടുക്കുന്നു. പിന്നെ വാഷിംഗ്ടൺ സുന്ദറും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും ചേർന്നിട്ടാണ് 8 വിക്കറ്റ് പോക്കറ്റിലാക്കുന്നത്. രണ്ടാം ഇന്നിങ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്പിൻ ട്രയോ 5 വിക്കറ്റുകൾ പോക്കറ്റിലാക്കുന്നു. അതുപോലെ തന്നെ ഈ സീരീസ് മൊത്തത്തിലൊരു സിറാജ് സീരീസാണ് നമുക്ക് പറയാൻ സാധിക്കും. 2 മത്സരങ്ങളിൽ നിന്നുമായി അദ്ദേഹം ഒരു 10 വിക്കറ്റ് എടുക്കുന്നുണ്ട്. ഈ ഇന്നിങ്സിലും അദ്ദേഹം 3 വിക്കറ്റ്, ജസ്പ്രീത് ബുംറ 3 വിക്കറ്റ് എടുക്കുന്നുണ്ട് രണ്ടാമത്തെ ഇന്നിങ്സിൽ. സിറാജ് ടെസ്റ്റ് സൈക്കിളിൽ, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ ഇപ്പോൾ 37 വിക്കറ്റുമായി അദ്ദേഹം ഒന്നാമതെത്തുന്നു. അതുപോലെ തന്നെ വേറെയും കുറേ മനോഹര മുഹൂർത്തങ്ങൾ. കുറേ കാലത്തിന് ശേഷം ഈ ടി ദിലീപ് വലിയ വിമർശനങ്ങൾ ഇന്ത്യൻ പിന്നെ ടീമുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഫീൽഡിങ്ങിൽ വലിയ മോശമാണ്. ഇപ്പോൾ ഏഷ്യ കപ്പിലൊക്കെ നമ്മൾ ഒരു കുറേയധികം ഫീൽഡിംഗ് മിസ്സുകൾ കണ്ടു. അതെ, പക്ഷേ ഈ രണ്ടാം ഇന്നിങ്സിൽ തന്നെ നമ്മൾ ഈ രണ്ടാമത്തെ പിന്നെ മത്സരത്തിൽ തന്നെ നമ്മൾ ഒരു പെട്ടി മനോഹര മുഹൂർത്തങ്ങൾ നമ്മൾ ഫീൽഡിൽ കാണുന്നുണ്ട്. സായി സുദർശൻ്റെ ക്യാച്ച്, അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ എടുത്തൊരു ക്യാച്ച് ഉണ്ട്. ദേവദത്ത് പടിക്കൽ ഇന്ന് സബ്ബായി ഇറങ്ങി എടുത്തൊരു ക്യാച്ച് ഉണ്ട്. ടി ദിലീപ് ഈ ക്യാച്ചുകൾക്കൊക്കെ ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പങ്കുവെക്കുന്ന ഈ വീഡിയോകൾ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. കുറേ കാലം മുമ്പ് വരെ ടി ദിലീപ് പിന്നെ അദ്ദേഹം സമ്മാനം കൊടുക്കുന്നൊരു അത് ആരാധകർക്ക് വലിയ വൈറലായിരുന്നു. പക്ഷേ ഏഷ്യ കപ്പിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം വലിയ വിമർശനങ്ങൾ നേരിട്ടു. അന്ന് പറഞ്ഞിരുന്നത് സമ്മാനം കൊടുക്കാനൊന്നും ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് അദ്ദേഹം കാരണം പറഞ്ഞിരുന്നത് ദുബായിലെ ഫ്ലഡ് ലൈറ്റിന്റെ പ്രശ്നമാണ്, പ്രകാശവാലയം ഇന്ത്യൻ താരങ്ങൾക്ക് കാഴ്ചക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് കാരണം പറഞ്ഞത്. സുദർശന്റെ ക്യാച്ച് ആക്ച്വലി അത് നമ്മളിപ്പോ പിടിച്ചു പോയതാണെന്നുള്ളൊരു സംഭവമാണ്. കാരണം ആ ഒരു ഷോട്ടിൽ നമ്മൾ അതിന്റെ റീപ്ലേ മറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സില്ലി പോയിന്റിൽ ഫീൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ധൈര്യം വേണ്ട ഒരു സംഗതിയാണ്. അപകടകരമായിട്ടൊരു പൊസിഷനാണ്. അതെ, കാരണം ബാറ്റ്സ്മാൻ ഏത് സമയത്തും സ്വീപ്പ് ഷോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊള്ളും. അങ്ങനെ ഒരു ഷോട്ടിലാണ് അത് കുടുങ്ങി പോകുകയാണ്. ഉള്ളത് ഇതിലെ മറ്റൊന്ന് ഫസ്റ്റ് ദിവസങ്ങളിലൊന്നാണ് നമ്മുടെ യശസ്വി ജയ്സ്വാളിന്റെ റണ്ണൗട്ട്. വിവാദമായിരുന്നു. ഇതിന്റെ അസൂയാണോ ഇതിന് കാരണം, അല്ലെങ്കിൽ യശസ്വി ജയ്സ്വാളിന്റെ എന്താ പറയാ ഈ ടെസ്റ്റിലൊക്കെ ഇങ്ങനെ അപകടകരമായ സിംഗിളിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ആകാശ് ചോപ്രയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ആളുകൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പണ്ട് വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഇടയിൽ ഇങ്ങനെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ട്, അസൂയുണ്ട് എന്നുള്ള രീതിയിൽ ഇതുപോലൊരു പിന്നെ എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒന്നുമില്ലാത്ത ഇടത്തിൽ ഇപ്പോൾ ഈ പിന്നെ റണ്ണൗട്ടിൽ പ്രത്യേകിച്ച് നമുക്ക് സംശയങ്ങൾക്കൊന്നും ഇടയില്ല, അത് ജയ്സ്വാളിൻ്റെ പ്രശ്നം തന്നെയാണെന്നുള്ളതാണ്. പക്ഷെ ആ സമയത്ത് ജയ്സ്വാളിൻ്റെ പ്രതികരണങ്ങൾ കാണുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹം ഷോക്കഡായി പോകുന്നു. അപ്പോൾ ഗില്ലിനെ നോക്കി നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ പിന്നെ ചർച്ച അങ്ങ് തുടങ്ങുന്നത്. പക്ഷേ ആ റണ്ണൗട്ട് കാണുന്ന സമയത്ത് ജയ്സ്വാൾ അനാവശ്യമായി ഓടിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഡബിൾ സെഞ്ചുറി നഷ്ടമായിട്ടുള്ള ഒരു ഓട്ടം തന്നെയായിരുന്നു അത്. ആ സമയത്ത് നമുക്ക് ഈ ഗില്ലിന്റെ കേസിലാണെങ്കിലും ഗില്ല് പന്താണ് വാച്ച് ചെയ്യുന്നത്, ജയ്സ്വാളും പന്താണ് വാച്ച് ചെയ്യുന്നത്. അവർ ഓടുന്നു, ആ ഒരു ആശയക്കുഴപ്പങ്ങൾ പലപ്പോഴും ക്രിക്കറ്റിൽ ഉണ്ടാവുന്നതാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അതുപോലെ തന്നെ ഈ യശസ്വി ജയ്സ്വാളിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വലിയ പ്രതികരണങ്ങളിലൊന്ന് മുഹമ്മദ് കൈഫിൻ്റെയാണ്. എന്ന് പറഞ്ഞാൽ യശസ്വി ജയ്സ്വാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ പുലർത്തുന്ന ഈ ഒരു സ്ഥിരതയുണ്ടല്ലോ, അത് അനധിവിദൂര ഭാവിയിൽ തന്നെ ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രത്തിലേക്ക് വലിയ റെക്കോർഡുകൾ അദ്ദേഹം പഴങ്കതിയാക്കുമെന്നുള്ളതാണ്. അതിൽ പിന്നെ മുഹമ്മദ് കൈഫ് പറയുന്നത് സെവാഗിൻ്റെ ട്രിപ്പിൾ സെഞ്ചുറി പിന്നെ അടുത്ത കാലത്ത് തന്നെ
അദ്ദേഹം മറികടക്കുമെന്നുള്ളതാണ്. ആ ഒരു സ്റ്റൈലാണ്. കാരണം യശസ്വി ജയ്സ്വാൾ ഒരു വീരേന്ദ്ര സെവാഗ് ലെഫ്റ്റ് ഹാൻഡഡ് വേർഷൻ എന്നുള്ള ലൈനിലാണ് പോകുന്നത്. കാരണം അദ്ദേഹം എനിക്ക് ഇപ്പോൾ ഓർമ്മയുള്ളത് ജെയിംസ് ആൻഡേഴ്സൺ എന്നുള്ള 900-ത്തിലധികം വിക്കറ്റുകൾ, അന്താരാഷ്ട്ര വിക്കറ്റുകൾ നേടിയ ഒരു താരത്തെ, ലോകത്തിലെ ഏറ്റവും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു കരിയറുള്ള ഒരു താരത്തെ 3 സിക്സർ, ഹാട്രിക് സിക്സ് അടിക്കുക എന്ന് പറയുമ്പോൾ, ടെസ്റ്റിൽ അടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അങ്ങനെ ഒരു രംഗം. അത് യശസ്വി ജയ്സ്വാൾ കഴിഞ്ഞ മുമ്പത്തെ ഇംഗ്ലണ്ട് സീരീസിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജയ്സ്വാൾ എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവാണ് അദ്ദേഹം. അത് മാത്രമല്ല അദ്ദേഹത്തിന് പിന്നെ വേണ്ടത്ര സമ്മർദ്ദമോ കാര്യങ്ങളോ, വെന്യൂ അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല, വിദേശ മണ്ണിലാണ്, ആദ്യത്തെ പരമ്പരയാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര ഇന്ത്യൻ ടീമിൽ തന്നെ പിന്നെ എന്താ പറയാ കുറച്ച് കാമാൻ ആ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ഫിയർലെസ് അപ്രോച്ച് നമുക്ക് കൃത്യമായിട്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും വൈറലായിട്ടൊരു സംഭവം എന്ന് പറയുമ്പോൾ ലാറ പറയുകയാണ്, ബ്രയാൻ ലാറ, അതായത് വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു കാലത്തെ ഇതിഹാസം, 90കളും 2000കളും ഒക്കെ തന്റെ പേരിലേക്ക് എഴുതി ചേർത്ത ലാറ പറയുകയാണ്, നമ്മുടെ ബോളേഴ്സിനെ ഒന്ന് പതുക്കെ കൈകാര്യം ചെയ്യൂ എന്ന് യശസ്വി ജയ്സ്വാളിനോട് അപേക്ഷിക്കുകയാണ്. അതിനുശേഷം ലാറയെ കണ്ടപ്പോൾ പുള്ളി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അതായത് യശസ്വി ജയ്സ്വാൾ ഒരു ഗുരുത്വമുള്ളവനാണെന്നൊക്കെ നമുക്ക് തോന്നുന്ന രൂപത്തിലുള്ള ഒരു സംഭവം അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലാറ യശസ്വി ജയ്സ്വാളിനോട് പറയാണ്, ഞങ്ങളുടെ ബോളേഴ്സിനൊന്ന്, നമ്മളിപ്പം നാട്ടിൻപുറത്തൊക്കെ കളിക്കുമ്പോൾ എതിർ ടീമിലെ ഏറ്റവും പ്രഗത്ഭനായ പിന്നെ ബോളറോട് പറയും ഒന്നും പതുക്കെ എറിയണമെന്ന് പറയാറുണ്ട്. അതുപോലെ അങ്ങനൊരു രംഗമായിട്ടാണ് എനിക്ക് പെട്ടെന്ന് അത് തോന്നിയത്. ഇത് സമീപഭാവിയിൽ തന്നെ നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും നമുക്ക് കാണാൻ കഴിയും എന്നുറപ്പുള്ള അപൂർവം, പിന്നെ വളരെ കുറച്ച് കളിക്കാരിൽ ഒരാളാണ് ശരിക്കും ജയ്സ്വാൾ എന്ന് പറയുന്നത്. ശരിക്കും ഇന്ത്യൻ ടീമിന്റെ ഇപ്പം ഒരുപാട് കാലം രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു 2 പേർ, ആ രീതിയിലായിരുന്നു പോയിരുന്നത്. അപ്പം രോഹിത് ശർമ്മയും ഈ വിരാട് കോഹ്ലിയും കഴിഞ്ഞ ഇംഗ്ലണ്ട് സീരീസിന് മുമ്പ് ഞങ്ങൾ കളി മതിയാക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവർ മാറി നിൽക്കുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റൊരു 2 പേർ അങ്ങനെ വരണമെങ്കിൽ ഒരു സമയം എടുക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയും, ഇപ്പോൾ സച്ചിനുള്ള സമയത്ത് സച്ചിൻ മാത്രമായിരുന്നു, അതിനുശേഷം രാഹുൽ ദ്രാവിഡ്, സൗരവ് ഗാംഗുലി വന്നു. ഇവരെ റീപ്ലേസ് ചെയ്യാൻ പിന്നെയും കുറേ വർഷം എടുത്തു. ഈ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നുള്ള ലൈനിലേക്ക് 2 പേർ രീതിയിൽ വരുവാൻ ഒരുപാട് സമയം എടുത്തു. പക്ഷേ ഒറ്റൊരു സീരീസിൻ്റെ ഉള്ളിൽ, ഇംഗ്ലണ്ട് സീരീസിലും ഇവർ 2 പേരും നന്നായിട്ട് ബാറ്റ് ചെയ്തു. അപ്പോൾ ഇന്ത്യക്ക് എപ്പോഴും മികച്ച ഫോമിൽ 2 പേരെ പെട്ടെന്ന് കിട്ടുകയാണ്. അവർ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ അവർ ഒരു സീനിയർ ലൈനിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങളെ വിശ്വസിക്കാം, ഞങ്ങളുടെ ചുമലിൽ നിങ്ങളിപ്പം ഞങ്ങളുടെ ചുമലിലേക്ക് കയറിക്കോളും, ആ ലൈനിലേക്ക് മാറിയിരിക്കുകയാണ്. അതെ, ഇപ്പോൾ ഈ ആകാശ് ചോപ്രയൊക്കെ ഇന്ന് പറയുന്നുണ്ട്, അടുത്ത ഫാബ് 4-ൽ നിങ്ങൾക്ക് പിന്നെ 2 ഇന്ത്യൻ താരങ്ങളെ ഉറപ്പായും കാണാൻ സാധിക്കും, അത് ജയ്സ്വാളും ഗില്ലുമായിരിക്കും എന്ന് അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത് സമീപകാലത്തെ ഇവരുടെ ഫോം, എല്ലാ ഫോർമാറ്റിലും അവർ തുടരുന്ന സ്ഥിരത, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത്. ഒരു ഫാബ് 4 എന്ന് പറയുമ്പോൾ ഈ ഹാരിസിന് പെട്ടെന്ന് ഇപ്പോഴത്തെ ഈ മോഡേൺ ഡേയിൽ, ഇപ്പോൾ മുമ്പത്തെ ഫാബ് 4 എന്ന് പറയുമ്പോൾ സ്റ്റീവ് സ്മിത്ത്, കെയ്ൻ വില്യംസൺ, ജോ റൂട്ട്, വിരാട് കോഹ്ലി, ഇവർ 4 പേരായിരുന്നു ഫാബ് 4. അപ്പം ഇപ്പോൾ കളിക്കുന്ന സമകാലിക യുവ താരങ്ങൾ എടുത്തു നോക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഫാബ് 4 ആരായിരിക്കും? ജയ്സ്വാളിനെയും ഗില്ലിനെയും പറയാൻ സാധിക്കും. പിന്നെന്ന് ആകാശ് ചോപ്ര പറഞ്ഞതിൽ ആ 2 പേരുകൾ എനിക്ക് പിന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് തോന്നുന്നു. ഒന്ന് രച്ചിൻ രവീന്ദ്രയാണ്, മറ്റൊന്ന് ഹാരി ബ്രൂക്കാണ്. ഇതിങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ നമുക്കിങ്ങനെ പ്രവചിക്കാനൊന്നും കഴിയില്ല. പക്ഷേ പല കാലങ്ങളിലായിട്ടുള്ള ഇവരുടെ പ്രകടനങ്ങൾ എടുത്തു നോക്കണമല്ലോ. പിന്നെ ഫ്യൂച്ചർ പ്ലെയേഴ്സ് കൂടെ ആണല്ലോ. സമകാലിക പിന്നെ കളികൾ, മൈതാനങ്ങളിലെ പ്രകടനങ്ങൾ നോക്കുന്ന സമയത്ത് ഇവരെയൊക്കെ നമുക്ക് ഈ ഗണത്തിൽപ്പെടുത്താൻ സാധിക്കുന്നവരാണ്. ആക്ച്വലി ആകാശ് ചോപ്ര മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ കെയ്ൻ വില്യംസന്റെ ഒരു ക്ലിപ്പ് കണ്ടിരുന്നു. കെയ്ൻ വില്യംസൺ ഇതുപോലെ പറയുന്നത്, അദ്ദേഹവും പ്രവചിക്കുന്നത് ഇതേപോലുള്ള ഈ താരങ്ങൾ തന്നെയാണ്. ഹാരി ബ്രൂക്കും ഗില്ലും ഒക്കെ തന്നെ രച്ചിൻ രവീന്ദ്രയൊക്കെ ആ ലിസ്റ്റിൽ വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ കളി നോക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർ കളി 5-ാം ദിവസത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് ഏറ്റവും പോസിറ്റീവായിട്ടൊരു സംഭവമാണ്. ഇന്ത്യ അടുത്ത ദിവസം 58 റൺസ് മാത്രമേ ഉള്ളൂ. മറ്റൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മഴയൊന്നും ഇല്ലെങ്കിൽ, മറ്റ് അനിശ്ചിത സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ത്യ തീർച്ചയായും വിജയിക്കുമെന്ന് ഉറപ്പാണ്. അപ്പം ഈ ഒരു ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു. നാളെ ഇന്ത്യയുടെ വിജയത്തിന് ശേഷം നമ്മൾ വീണ്ടും ഇരിക്കുന്നതായിരിക്കും.